മുഹമ്മദ് ഷെഫിൻ 4C-യിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, ചികിത്സാ രംഗത്ത് ഒരു തവണ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, അതിന് പകരം എന്ത് ചെയ്യാം? അതെ, ഷഫിൻ ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ ആരംഭിച്ചതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ ആകെ മൊത്തം നമ്മൾ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായേക്കാം. കാരണം അത്രയധികം നമ്മൾ പ്ലാസ്റ്റിക്കിനെ ആശ്രയിച്ചാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ, നമ്മുടെ മെഡിക്കൽ രംഗത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഒരുപാട് അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ഗുണകരമായിട്ടുള്ള ഉപയോഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും അധികം കാണുന്നത് സിറിഞ്ചുകളായിരിക്കും. പക്ഷെ സിറിഞ്ചുകൾക്കുപരിയായി ഒരുപാട് ഉപകരണങ്ങളിൽ, നമ്മുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരുപാട് ഉപകരണങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ ചിലതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുക, അതിനെ ഉപേക്ഷിക്കേണ്ടുന്നവയാണ്. ചിലത് നമുക്ക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കും. അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ് ചെയ്തതിന് ശേഷം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ അതിനെക്കുറിച്ച് അധികം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ആശുപത്രികളിൽ ഈ പ്ലാസ്റ്റിക് എങ്ങനെയാണ് ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, മനുഷ്യനും പ്രകൃതിക്കും ഒന്നും ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇവയെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ പ്രവർത്തന രേഖയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവ ആ രീതിയിൽ ആശുപത്രികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.